शुभ नामे जागे, तब शुभ आशीष मागे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। जय जय जय। നിങ്ങളുടെ സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളെ എല്ലാവരും ഈ ഫ്ലഡ് ഡൊണേഷനിലേക്ക് നിങ്ങൾ ഒന്ന് ബോധവൽക്കരിച്ച് കൊണ്ടുവരണം എന്നുള്ള അഭ്യർത്ഥനയാണ്. ഏതായാലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, എന്നെ ഏൽപ്പിച്ച സ്വാഗതം ചെയ്യുക. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയകാരൻ ഷാഫിസ് കൊല്ലം, നമ്മുടെ ഇഷ്ട സരിഞ്ഞിരിക്കുന്ന തങ്ങൾ ശർമ്മ, സുധാമേജർ ശശിസ, കുഞ്ഞാണി താലൂക്ക് തഹസിൽദാർ സി മണി സർ, അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പൂർവ്വ സൈനികർ, മറ്റു സുഹൃത്തുക്കൾ, CTTC ക്യൂൺ സംഘങ്ങൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ധീര പോരാളികൾ, നമ്മുടെ രാജ്യം പരമാധികാര റിപ്പബ്ലിക്കായി ഇതിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി അതിൻ്റെ എല്ലാ മഹത്വവും ഉൾക്കൊണ്ട് കലാകാരനും അതുപോലെ തന്നെ നടനും ഗാനരചയിതവുമായ നമ്മുടെ നാടിന്റെ സ്വന്തം കലാകാരൻ ഷാഫി കൊല്ലത്തെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഉയർന്ന പട്ടാള മേധാവികളടക്കമുള്ള പ്രിയപ്പെട്ട സൈനികരെ, സദസ്സിലേക്ക് മുന്നിലുള്ള അവരുടെ കുടുംബാംഗങ്ങളും നിലവിൽ സൈനികരും ആയി തുടരുകയും അതുപോലെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷം, അതിലേറെ അഭിമാനം സ്വന്തം നാടിൻ്റെ രാജ്യത്തിൻ്റെ കാവലാളുകളായ ആളുകളോടൊപ്പം ഒരു വേദി പങ്കിടാൻ മഹാഭാഗ്യമുണ്ടാവുക അത് ആ
സദസ്സിലൊരു കസേര കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമാണ്. എന്നെ ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചതിൻ്റെ പിന്നിൽ എന്താ ഉള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം, അതിന് ഹൃദ്യമായ കടപ്പാട്, പ്രാർത്ഥന പോലെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, രാജ്യത്തിന് കാവലാളുകളായി നിന്നുകൊണ്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഞങ്ങൾക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ, സൂര്യപ്രഹാരം നടത്താൻ ഈ ജനാധിപത്യ സ്വതന്ത്ര രാജ്യത്ത് നമുക്ക് സുഖസുന്ദരമായിട്ട് ഇവിടുത്തെ എല്ലാം ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ സ്വന്തം ആയുസ്സിലെ ഒരു വലിയ ഭാഗം ചെലവഴിച്ച് സ്വസ്ഥമായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം, അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലൂടെ ജീവിക്കാം എന്ന് ചിന്തിച്ച് സ്വന്തത്തിലേക്ക് ചുരുങ്ങേണ്ട ആളുകളാണ് ശരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള സംഘം ചേരലുകൾ भारत हमको जान से प्यारा है, सबसे न्यारा गुलिस्ता हमारा है। भारत हमको जान से प्यारा है, सबसे न्यारा गुलिस्ता हमारा है। सदियों से भारत भूमि दुनिया की शान है, भारत माँ की रक्षा में जीवन कुर्बान है। हिंदुस्तानी नाम हमारा है, सबसे प्यारा देश हमारा है। भारत हमको जान से प्यारा है, सबसे प्यारा गुलिस्ता हमारा है। എഴുതിയിട്ട് നമ്മുടെ മുമ്പായിക്ക പാടിയൊരു പാട്ടുണ്ട്, മിക്കവാറും ആളുകൾക്ക് അറിയാൻ തോന്നും. മാലിന്യം കൊണ്ട് നാം മൂടുമ്പോഴും അമ്മ കസ്തൂരി പൂശിത്തരും, മാലിന്യം കൊണ്ട് നാം മൂടുമ്പോഴും അമ്മ കസ്തൂരി പൂശിത്തരും. മക്കളാ നെഞ്ചം കിളച്ചു മറിച്ചാലും അമ്മിഞ്ഞ പാല് തരും, മക്കളാ നെഞ്ചം കിളച്ചു മറിച്ചാലും അമ്മിഞ്ഞ പാല് തരും. അമ്മേ സർവം സഹേ ഞങ്ങൾക്ക് അനുഗ്രഹമരുളൂ നീ, അമ്മേ സർവം സഹേ ഞങ്ങൾക്ക് അനുഗ്രഹമരുളുക നീ. കാണുക നമ്മളീ ഭൂമിയെ കരുണാമയ ദേവിയെ, കാണുക നമ്മളീ ഭൂമിയെ കരുണാമയ ദേവിയെ. മക്കളെ സ്നേഹിച്ച കുറ്റത്തിനാൽ നിത്യ ദുഃഖത്തിൽ നീറുന്നൊരമ്മയെ, മക്കളെ സ്നേഹിച്ച കുറ്റത്തിനായി നിത്യ ദുഃഖത്തിൽ നീറുന്നൊരമ്മയെ. അമ്മേ സർവം സഹേ ഞങ്ങൾക്ക് അനുഗ്രഹമരുളൂ നീ, അമ്മേ സർവം സഹേ ഞങ്ങൾക്ക് അനുഗ്രഹമരുളുക നീ. ഞാൻ നമ്മുടെ ഭാരതത്തിൻ്റെ സൈനികതയെ കുറിച്ച് എഴുതി കുറച്ച് രണ്ട് വരിയും കൂടെ പാടിയിട്ട് ഞാൻ ഈ ഉദ്ഘാടനം ഔപചാരികമായി ചെയ്തതായിട്ട് ഈ പാട്ടിലൂടെ പ്രഖ്യാപിക്കാം. തുടിക്കും സ്നേഹഹൃദയത്തിൽ മിടിപ്പിൻ താളമൊന്നല്ലോ, പുതിക്കും ദേഹശിരകളിൽ നിണത്തിൻ വർണ്ണമൊന്നല്ലോ. തുടിക്കും സ്നേഹഹൃദയത്തിൽ മിടിപ്പിൻ താളമൊന്നല്ലോ, പുതിക്കും ദേഹശിരകളിൽ നിണത്തിൻ വർണ്ണമൊന്നല്ലോ. അതെല്ലാം ലോക നന്മയ്ക്ക് അതിൻ പൊരുളൊന്നു ചിന്തിക്ക്, അതെല്ലാം ലോക നന്മയ്ക്ക് അതിൻ പൊരുളൊന്നു ചിന്തിക്ക്.
എനിക്ക് അതിൻ പൊരുളൊന്നു ചിന്തിക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാടിൻ്റെ കാവലകളായിട്ടുള്ള നേരത്തെ അധ്യക്ഷത വഹിച്ച നമ്മുടെ സാറ് പറഞ്ഞ പോലെ, അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം ഇവിടെ പങ്കുവച്ച പോലെ, പട്ടാളക്കാരെ കോമഡി വൽക്കരിച്ച് കാണിക്കുന്നത് കൊണ്ട് പല ന്യൂ ജനറേഷൻ കുട്ടികളും ഈ സേവകരായി തിരിച്ചു വന്ന് ശിഷ്ടകാലത്തെ ജീവിതത്തിൽ അനുഭവങ്ങൾ പങ്കിടുന്ന ആളുകളെ പരിഹാസത്തോടെ കാണുന്നു. അതൊന്നോ രണ്ടോ പേര് അത് ജന്മപ്രശ്നമായിട്ട് മാത്രം കണ്ടാൽ മതി. അത്രേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു ജനത അല്ലെങ്കിൽ ഒരു യുവതലമുറയിലെ കുറഞ്ഞ വിരലെണ്ണാവുന്ന പേർ ഇവിടെ വളരുന്നു എന്നത് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ പുതിയ തലമുറയിൽ നിങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന, ഈ യൂണിഫോം കാണുമ്പോൾ അത്യധികം റെസ്പെക്ട് കൊടുക്കുന്ന ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന യുവതലമുറയിലെ യൂത്തിനെ, യങ്സ്റ്റേഴ്സിനെ ഞാൻ എൻ്റെ നേരനുഭവത്തിൽ പല സ്ഥലങ്ങളിലും, ക്യാമ്പുകളിലും, യാത്രകളിലും, ട്രെയിനുകളിലൊക്കെ കണ്ട അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാർ, അങ്ങനെ ഒരു വേദന നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. കലാകാരന്മാർ അവരുടെ ഒരു എന്താ പറയണ്ട ഒരു ക്രിയേറ്റിവിറ്റി ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ചില അത്യപൂർവം മാത്രം പട്ടണത്തിൽ പോയി പേടിച്ച് തിരിച്ചു വന്നതൊക്കെ ആയ അപൂർവമായ ആളുകളുടെ വേഷങ്ങളൊക്കെ പകർന്നാടുന്നല്ലാതെ ആരെയും കളിയാക്കുന്ന രീതിയിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകളൊന്നും ഇല്ല എന്നുള്ള സമാധാനം നിങ്ങൾക്കുണ്ടാവണം. എല്ലാ റെസ്പെക്റ്റും എല്ലാവർക്കും നിങ്ങളുടെ യൂണിഫോം കാണുമ്പോൾ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾ നന്നായിട്ട് ശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ സദൈവം ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ, വിരാജിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം നിങ്ങൾ മാത്രമാണ്. ജയ് ജവാൻ, ജയ് ഹിന്ദ്. सभी एक्स-सर्विसमैन, उनके परिवारजन, स्टेज पर बैठे विशिष्ट अतिथिगण और सभी साथियों, मेरा आप सबको नमस्कार। मैं सबसे पहले आपसे क्षमा चाहूँगा कि मैं आपसे मलयालम में बात नहीं कर सकता, ठीक है, मेरे को उस भाषा का ज्ञान नहीं है। बट जैसे रहा है कि हम सब अपने देश में इन्होंने उस आज़ादी को बनाए रखने में अपना योगदान दिया है, और ये खुशी की बात है कि आप सब जब यूनिफॉर्म छोड़ने के बाद भी आज भी इस देश की सेवा में लगे हुए हैं। और आप सबको देख के आज जब ये सेलिब्रेट कर रहे हैं, आप हैं यहाँ पे, आपके परिवारजन हैं, बच्चे हैं, सभी साथी हैं यहाँ पे, तो इनको देख के एक कॉन्फिडेंस आता है कि हमारा देश का जो भविष्य है, जो फ्यूचर है, वो काफ़ी ब्राइट है, ग्लोरियस है। जब हमने ये रिपब्लिक का एस्टैब्लिशमेंट किया है, इसकी स्थापना की, तो हम सब ने एक सपना देखा था कि हमारा देश एक ऐसा देश है जहाँ पे सबको बराबर मौका मिलेगा, सब खुशहाल रहेंगे। ഇന്ന് രാജ്യം നേടിയിട്ടുള്ള നേട്ടങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. നേട്ടങ്ങൾ ഓരോന്നിലും അവർക്ക് മനസ്സിന് സമാധാനവും ശക്തിയും പകരുന്നത് കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഈ പങ്കെടുക്കുന്ന സൈനിക കുടുംബത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങൾക്കാണ് എൻ്റെ ഏറ്റവും വലിയ അഭിവാദ്യം. ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. സുധീഷ് മൊഗവൂർ, അദ്ദേഹം ഇപ്പോൾ ഇവിടെയില്ല, വിദേശത്താണ്. അദ്ദേഹത്തിന് പകരം ബഷീർ ഉള്ളിയേരി